പത്തനംതിട്ട തിരുവല്ലയിൽ മരുന്ന് വിതരണ കമ്പനിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. മരുന്നുകൾ വിവിധ മെഡിക്കൽ സ്റ്റോറുകളിൽ വിതരണം ചെയ്ത ശേഷം കിടങ്ങന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാറ്റ ഐറസ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാ സേന എത്തിയാണ് പുറത്തെടുത്തത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ചേലക്കരയിൽ പുലിയുടെ സാന്നിധ്യം എന്ന സംശയം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആറ്റൂർ ജനവാസ മേഖലയിലാണ് പുലി എന്ന് സംശയിക്കുന്ന ജീവിയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞത്. വാഴക്കോട് പ്ലാടി സംസ്ഥാന പാതയിൽ നിന്നും 200 മീറ്റർ അകലെ അസുരംകുണ്ട ഡാം റോഡിൽ നൌഷാദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും താറാവിനെ പിടിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. നൌഷാദിന്റെ വീട്ടിൽ നിന്നും സ്ഥിരമായി താറാവുകളെ കാണാതാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം താറാവിനെ പിടികൂടുന്നതായി കണ്ടെത്തിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിന് വഴി കൊടുത്തില്ലെന്ന പേരിൽ KSRTC ബസ്സിന്റെ കണ്ണാടി അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു സംഭവം. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സിന്റെ മിററാണ് ബ്ലൂബെറി എന്ന ബസ്സിന്റെ ഡ്രൈവർ അടിച്ച് പൊട്ടിച്ചത്. ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ പോകുന്നതിനിടെ KSRTC ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ബസ്സിൽ തട്ടി സ്വകാര്യ ബസ്സിന്റെ കണ്ണാടിക്ക് കേടുപാട് സംഭവിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ കയ്യിൽ ധരിച്ചിരുന്ന വള കൊണ്ട് KSRTC ബസ്സിലെ കണ്ണാടി അടിച്ച് പൊട്ടിക്കുകയായിരുന്നു. KSRTC ബസ് ഡ്രൈവറുടെ പരാതിയിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ വീണ്ടും സുരക്ഷാ ഭീഷണി. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ റോഡിന്റെ പാർശ്വഭിത്തിയിലെ സ്ലാബ് നിലം പതിച്ചു. കോതപ്പറമ്പ് സെന്ററിൽ അടിപ്പാതയ്ക്ക് തെക്കുവശം ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. കിഴക്കേ സർവീസ് റോഡിനോട് ചേർന്നുള്ള പാർശ്വഭിത്തിയിലെ സ്ലാബാണ് നിലം പതിച്ചത്. സംഭവം നടന്നയുടൻ കരാർ കമ്പനി തൊഴിലാളികൾ ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബ് നീക്കം ചെയ്തു. വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമായിരുന്നുവെങ്കിലും ഭാഗ്യവശാൽ അപകടം ഒഴിവായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ പലയിടത്തും ഇത്തരത്തിൽ സ്ലാബുകൾ നിലം പതിച്ചിരുന്നു.